50 കൊല്ലമായി ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഗുരുവായൂരിൽ മതം പറഞ്ഞ് വോട്ട് തേടി BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. ഗുരുവായൂരിൽ 48% ഹൈന്ദവ ജനസംഖ്യ ഉണ്ടായിട്ടും കഴിഞ്ഞ 50 വർഷമായി ഇടത് വലത് മുന്നണികൾ ഒരു ഹിന്ദു MLA പോലും നിയമസഭയിലേക്ക് അയച്ചിട്ടില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 50 വർഷമായി ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരു MLA ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഗുരുവായൂർ വിരോധിയാണ് ഇവിടെ MLA ആക്കിയിട്ടുള്ളത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ MLAക്ക് ഗുരുവായൂരപ്പനോട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള MLA സ്ഥാനാർത്ഥി എന്ന നിലയിൽ ധൈര്യമുണ്ടോ? ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ MLAക്ക് ഈ ബിംബത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഗുരുവായൂരപ്പനെ വിശ്വസിക്കാത്തവർക്ക് ഗുരുവായൂരിൽ വോട്ടില്ല എന്ന് പറയാൻ ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ, അയ്യപ്പന്റെ ജനങ്ങൾ തയ്യാറാവണമെന്നാണ് NDA പറയുന്നത്. ഒരു സംശയമില്ല. അയൽ ജില്ലയായ മലപ്പുറത്തെ സംവരണ മണ്ഡലങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ വലതുപക്ഷ മുന്നണി തയ്യാറാകുന്നില്ല. ഇതാണോ മതേതര കേരളമെന്നും ഗോപാലകൃഷ്ണൻ ചോദിച്ചു. കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ നിന്ന് താൻ ഗുരുവായൂരിലേക്ക് എത്തിയത് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ വിളി കേട്ടാണെന്നും ഈ വരവ് ഒരു നിയോഗമാണെന്നും ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.